ദൈവത്തിന് സ്തോത്രം. വീണ്ടും ആ, ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടാൻ ദൈവം അനുവദിച്ചതിനായി ദൈവത്തിന് നന്ദി. പിന്നെ നമ്മളുടെ ടോപ്പിക് എന്താ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? നമ്മൾ എന്തോ പഠിക്കുന്നത്? മെന്റൽ ഹെൽത്ത് ത്രൂ ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവ്. പെർസ്പെക്റ്റീവ്. ഓക്കെ, ശരി. എന്നാൽ നമുക്ക് ക്വിക്ക് ആയിട്ട് റിവൈസ് ചെയ്യാം. എല്ലാം ഓർക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. കേൾക്കാം. ഓക്കെ. സോ മെന്റൽ ഹെൽത്ത് എന്താ? വാട്ട് ഈസ് മെന്റൽ ഹെൽത്ത്? മാനസികമായിട്ടുള്ള ആരോഗ്യം. മാനസിക. ഓക്കെ. സോ അതിന്റെ അകത്ത് ഏതൊക്കെ കോമ്പണൻസ് ഉണ്ട്? നമ്മൾ ഇമോഷണൽ, നോക്കി. ആ, സൈക്കോളജിക്കൽ, സോഷ്യൽ വെൽബീയിങ്. സോ what is emotional well-being? ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഓക്കെ. ഫീലിങ്സ് ആ, ഫീലിങ്സ് മനസ്സിലാക്കിയാൽ മാത്രം മതിയോ? ഇല്ല, അതിന് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റണം. ഓക്കെ. പിന്നെ നമ്മൾ ഒരു പ്രത്യേക വേർഡ് നമ്മൾ അവിടെ പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? റെസീലിയൻസ് എന്ന് പറഞ്ഞ ഓർക്കുന്നുണ്ടോ? നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നത്? നമുക്കൊരു പ്രശ്നം, നമ്മൾ ട്രോമ വന്നു, ഒരു വല്ലാത്ത ഒരു അനുഭവം ജീവിതത്തിൽ വന്നു, നമ്മൾ എന്താ നമ്മൾ ചെയ്യേണ്ടേ? ഒരു ട്രോമ വന്നു, നമ്മുടെ ആരെല്ലാം മരിച്ചുപോയി, വെരി ക്ലോസ് ടു അസ്, തിരിച്ചു നമ്മുടെ വരണം. സ്പൗസോ മക്കളോ തിരിച്ചു വരണം. അതാണ് ഇറ്റ് ഇസ് ലൈക്ക് എ ബോൾ അല്ലെ? ഒരു ബോൾ എറിഞ്ഞാൽ എങ്ങനെ തിരിച്ചു വരത്തില്ലയോ? സോ അതുപോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ തിരിച്ചു വരണം. ദാറ്റ് ഈസ് എമോഷണൽ റെസീലിയൻസ്. സോ അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാള്, അവെയർ ആവുന്ന ഒരാള്, എമോഷണൽ ഫീലിങ്സ് അവെയർ ആവുന്നതും മാനേജ് ചെയ്യുന്നതും എമോഷണൽ റെസീലിയൻസ് കൂടെ നമ്മൾ തിരിച്ച് ലൈഫിൽ വരുന്നവരും, അങ്ങനത്തെ വ്യക്തിക്ക് എമോഷണൽ അവര് വെല്ലാന്ന് നമുക്ക് പറയാം. പിന്നെ അടുത്തെന്താ? സൈക്കോളജിക്കൽ വെൽബീയിങ് എന്താണ്? നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കാം. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാം. സെൽഫ് അല്ലെ? നമ്മൾ ആരാന്ന് മനസ്സിലാക്കുക. എല്ലാം നമ്മുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, തോട്ട്സ്, ഫീലിങ്സ് എല്ലാം നമുക്ക് അവെയർ ആവണം. അത് മാത്രം മതിയോ? അത് അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ എങ്ങനെയാണോ അതുപോലെ അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലേ? ഞാൻ തികഞ്ഞല്ലയോ? ഇല്ല, ഐ എം ഓക്കെ. അത് പിന്നെ അത് വളരണം അതിനകത്ത്. വി ഹാവ് ടു ഗ്രോ അല്ലെ? നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട് വേണ്ടേ നമ്മുടെ എവിടെ ഗ്രോത്ത് വേണ്ടിയത്, നമ്മൾ അതിൽ വളരുക. പിന്നെ സോഷ്യൽ വെൽബീയിങ് അറിയാലോ. എന്താണ് സോഷ്യൽ? റിലേഷൻഷിപ്സ് അല്ല, എന്തോ എന്താ പറയുക? റിലേഷൻഷിപ്സ്. സോ അത് ബിൽഡ് ചെയ്യണം. സോ അത് ഇന്ററാക്ഷൻ എന്തോ എന്താ മെയിൻറ്റെയിൻ ചെയ്യണം. ബിൽഡിംഗ് മാത്രമല്ല, ഹൗ ടു മാനേജ് ചെയ്യണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഈസി ടാസ്ക് അല്ല. മെയിൻറ്റെയിൻ ഈസി ആണോ? റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്തു പോവാൻ? നോ. ഉണ്ടാക്കാൻ ചിലപ്പോൾ ഈസി ആയിരിക്കും അല്ലെ? പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇറ്റ്സ് എ ബിറ്റ് ഡിഫിക്കൽട്ട്. അതിന് നമ്മൾ കേപ്പബിൾ ആകണം. ഓക്കെ. സോ അങ്ങനെ ഈ 3 ഏരിയസ് നമ്മൾ വെൽ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് വി ആർ മെന്റലി വെൽ. ഓക്കെ. സോ നമ്മളുടെ കീവേഡ്സ് ഏതായിരുന്നു? നമ്മളുടെ കീവേഡ്സ് മാർക്ക് 12:29-30. എന്താണത്? വേഴ്സ് ഒന്ന് പറയാമോ? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. യെസ്. ഓക്കെ. ഇതാണ് നമുക്ക് 2 കമാൻഡ്മെന്റ്സ് കർത്താവ് തന്നെ അല്ലെ? ഫസ്റ്റ് കമാൻഡ്മെന്റ് ആയത് നമ്മൾ ഈ പഠിക്കുന്നത്. ഇനി ഈ പിക്ചർ നമ്മൾ കണ്ടാണല്ലോ. നമ്മൾ ഹോൾ പേഴ്സൺ, ഒരു പേഴ്സണിനുള്ള എല്ലാ കാര്യങ്ങളും, ഒരു വ്യക്തി, ബോഡി ഉണ്ട്, സോൾ ഉണ്ട്, സ്പിരിറ്റ് ഉണ്ട്, ഹാർട്ടും ഉണ്ട്. ഓക്കെ. സോ ഇത് നമ്മൾ ഇനി ഓരോ കോമ്പണന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു. നമുക്ക് ഹൃദയം എന്താണെന്ന് അറിയാലോ. ഹൃദയം എന്തുവാ? ഹൃദയത്തിൽ നിന്ന് വരുന്നേ? വാട്ട് കംസ് ഔട്ട് ഫ്രം ദ ഹാർട്ട്? ഫീലിങ്സ്. ഏതൊക്കെ എന്തെല്ലാം ഫീലിങ്സ് ഉണ്ട്? വാട്ട് ഓൾ ഫീലിങ്സ്? സോ മെനി ഡിഫറെന്റ് അല്ലെ? എല്ലാ ഫീലിങ്സും നമ്മുടെ ഹാർട്ടിൽ നിന്ന് വരുന്നു. പിന്നെ എന്താ വരുന്നത് വേറെ? ഹാർട്ടിൽ നിന്ന് വേറെ എന്തൊക്കെ വരാം? നെഗറ്റീവ് തോട്ട്സ് വരാം. എന്തോ വരാം? തോട്ട്സ് വരാം അല്ലെ? നെഗറ്റീവ്. പോസിറ്റീവ് വരത്തില്ലേ?
പോസിറ്റീവ് വരും. വരും. എല്ലാ തോട്ട്സും ഹാർട്ടിൽ നിന്നും വരാം അല്ലെ? നമ്മൾ ചിന്തിക്കുന്നില്ലേ? ഹൃദയം വെച്ച് നമ്മൾ ചിന്തിക്കാൻ സാധിക്കും. പിന്നെ പ്ലാൻസ് ഇല്ലേ, പ്ലാൻ ചെയ്യത്തില്ലേ നമ്മൾ പലതും? അത് നമ്മൾ വാക്യം വായിച്ചിട്ടുണ്ട്, പ്രൊവേർബ്സ് 4:23. നമുക്കറിയാം നമ്മുടെ ഹാർട്ടാണ് സ്പ്രിംഗ് ഓഫ് ലൈഫ്, നമ്മൾ പറഞ്ഞല്ലോ, ജീവന്റെ ഉറവിടം അല്ലേ? ആണോ? ഓക്കെ. സോ പിന്നെ അതുമല്ല, ഈ ഹാർട്ടിൽ നിന്നാണ് എന്താ നമ്മൾ ഹൃദയത്തിൽ കാണുന്നത്, അതാണ് മൗത്തിൽ നിന്ന്, വായിന്ന് വെളിവരുന്നത്. സോ ഇഫ് യുവർ ഹാർട്ട് ഹാസ് ഗോട്ട് ഈവിൾ തോട്ട്സ് ഉണ്ടെങ്കിൽ നാച്ചുറലി അത് പുറത്ത് അതുപോലെ വരും. നമ്മൾ ഒന്നിൽ പറയും, അല്ലെങ്കിൽ നമ്മൾ അത് ആക്ട് ചെയ്യും, മർഡർ ചെയ്യും, പല അതർ കാര്യങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നതെല്ലാം നമുക്കറിയാലോ. ഇനി സെക്കൻഡ് മൂന്നാമത്തെ ഹൃദയത്തിൽ നിന്ന് പിന്നെന്തെല്ലാം വരും? സോ എമോഷൻസ്, പിന്നെ തോട്ട്സ്, പ്ലാൻസ്, പിന്നെന്തോ വരും ഹൃദയത്തിൽ നിന്ന്? സന്തോഷം ഉണ്ടാവും. അത് ഇമോഷൻസിൽ വരുന്ന. പിന്നെന്തോ വേറെ? എന്തോ ഇന്റൻഷൻസ് പറഞ്ഞു, നമ്മുടെ പ്ലാൻസ്. പിന്നെന്തോ വേറെ വരുന്നത് ഹൃദയത്തിൽ നിന്ന്? ഡിസിഷൻസ്. യെസ്, ഡിസിഷൻസ് വരും. പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്. ക്രിട്ടിക്കൽ തിങ്കിങ്, ദാറ്റ് കംസ് ഫ്രം ദ മൈൻഡ്. ഓക്കെ. പിന്നെ അടുത്ത് ഡിസൈർസിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഹൃദയം, ആഗ്രഹം, ഡിസൈർസ് ആൻഡ് പാഷൻസ്. ഡിസൈർ ഇല്ലേ, നമ്മൾ ആഗ്രഹങ്ങളില്ലേ? സോ ഓരോ ആഗ്രഹങ്ങൾ. പിന്നെ അതുപോലെ പാഷൻസ് വെരി സ്ട്രോങ് ഫീലിംഗ് അല്ലെ? ഫീലിംഗ് ഫോർ സംതിങ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ പെയിന്റിങ് ഇഷ്ടമാണെങ്കിൽ പെയിന്റിങ് ഇസ് എ പാഷൻ എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് ആയിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നു. സോ അതുപോലെ ഇത് ലസ്റ്റ്ഫുൾ പാഷൻസും ആവാം. നമ്മൾ ലസ്റ്റ് ചെയ്യുന്നു. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ മാത്യു 5:28 ഒരു സ്ത്രീയെ നമ്മൾ ലസ്റ്റ്ഫുള്ളി നോക്കുവാണെങ്കിൽ നമ്മൾ അഡൽട്ടറി കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി ഹൃദയത്തിൽ. സോ നമ്മുടെ ഹാർട്ടിൽ നിന്ന് ആ ഡിസയേഴ്സും പാഷൻസും അതും വരും. പിന്നെ റിലേഷൻഷിപ്സ് എവിടാ തുടങ്ങുന്നത്? ഹൃദയല്ലേ? ഹൃദയം കൈമാറുമ്പോഴല്ലേ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റിലേഷൻഷിപ്പ് വിത്ത് എവറിബഡി. വിത്ത് ഗോഡ് ആണെങ്കിലോ റോമൻസ് 10:9 എന്താണ് പറയുന്നത്? ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റു പറയും. സോ ഫ്രം ദ ഹാർട്ട്. ഓക്കെ. സോ നമ്മൾ റിലേഷൻഷിപ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഹൃദയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. സോ വിത്ത് അതേഴ്സ്, വിത്ത് ദൈവവും മറ്റുള്ളതായിട്ട് എല്ലാ ബന്ധങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഹൃദയത്തിൽ നിന്ന്. ഓക്കെ. സോ ഇത് ദൈവം എന്തായിരിക്കും അതിന്റെ അർത്ഥം? ലവ് ദ ലോർഡ് വിത്ത് ഓൾ ഓഫ് യുവർ ഹാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എന്താ? പൂർണ്ണ ഹൃദയത്തോടെ എല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സകലതും ദൈവത്തിന്റെ സ്നേഹത്തിന് പൂർണ്ണമായിട്ട് സബ്മിറ്റ് ചെയ്യുക. അന്നേരം നമ്മുടെ ഫീലിങ്സ്, നമ്മളുടെ ഓരോ ഫീലിങ്സ് നമ്മൾ അന്നേരം ശ്രദ്ധിക്കണ്ടേ? എന്റെ മനസ്സിൽ കൂടെ പോകുന്ന എല്ലാ നമ്മൾ എത്ര അവെയർ ആയിരിക്കണം നമ്മള്. നമുക്ക് ചിലപ്പം ഇൻസ്റ്റന്റ് ആയിരിക്കും ഫീലിങ്സ് വരുന്നത്, അതുപോലും നമ്മള് ശ്രദ്ധിക്കണമെന്ന്. അതിന്റെ എത്ര ഇമ്പോർട്ടന്റ് ആണ്. സോ ദൈവത്തിനെ പൂർണ്ണമായിട്ട് സ്നേഹിക്കണം. ദാറ്റ് ഈസ് വിത്ത് യുവർ ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സ് മൊത്തം. പിന്നെ നമ്മുടെ പ്ലാൻസ്, ഡിസയേഴ്സ്, ആഗ്രഹങ്ങൾ, പല ആഗ്രഹങ്ങൾ നമ്മുടെ ലൈഫിൽ വരും. പക്ഷെ സാധാരണ നമ്മൾ എന്നാ ചെയ്യുന്നു? ദൈവത്തിനോട് ഈ പ്ലാൻസ് എല്ലാം അങ്ങ് പറയാം അല്ലെ? എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ഇന്നത് ചെയ്യാൻ പോവാ, നീ കാത്തുകൊള്ളണേ, നീ നടത്തി തരണേ, അല്ലയോ? പക്ഷെ അതാണോ വേണ്ടിയത്? വാട്ട് ഷുഡ് യു ഡു? എന്താണ് വഴി? സിസ്റ്റർ ജെൻസി പറഞ്ഞാട്ടെ. Mold my will into the Lord's. Yes, first give your will, your desires into his hands. എന്നിട്ട് പ്രാർത്ഥിക്കുക അല്ലേ? ലോർഡ് ഇഫ് ഇറ്റ് യെസ് എന്താ സിസ്റ്റർ പറഞ്ഞു? ദൈവഹിതത്തിനായിട്ട് നമ്മളെ സമർപ്പിക്കണം. സമർപ്പിക്കുക. സോ ആ സമർപ്പണം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ദൈവം നോ പറഞ്ഞാൽ അത് സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം അല്ലെ? സോ ദൈവം അത് ആഗ്രഹിക്കുന്നത് ഫോർ ഈച്ച് ആൻഡ് എവറി ആസ്പെക്ട്. ഹൃദയത്തിൽ നിന്നുള്ള ഇപ്പൊ ഇത്രയും ആസ്പെക്ട്സ് നമ്മൾ കണ്ടു. എല്ലാത്തിലും നമ്മൾ ദൈവത്തിനെ സ്നേഹിക്കണം.
പിന്നെ നെക്സ്റ്റ് സോൾ. സോൾ എന്താന്ന് പഠിച്ചേ? പേഴ്സണാലിറ്റി വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ലൈഫ് ഫോഴ്സ്. ഒരു ബോഡിയുടെ ലൈഫ് ഫോഴ്സ് എന്ന് പറയുന്നത് സോളാ. ഒരു ബോഡിയിൽ ഈ സോൾ ഇല്ലെങ്കിൽ ലൈഫ്ലെസ്. ഇപ്പൊ ഒരു കോമയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ പോലെ ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ട്, പക്ഷെ യഥാർത്ഥ ജീവനാണോ അത്? സോ നമ്മുടെ ഹോൾ തിങ്, നമ്മൾ എന്ന് പറഞ്ഞാൽ സെൽഫ്, നമ്മുടെ ഇന്റലക്ട്, ബുദ്ധി, നമ്മുടെ ഇമോഷൻസ്, വില്ല്, ഇച്ഛാശക്തി, ഇതെല്ലാം കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് നമ്മുടെ സോളാണ്. ഇതിന് ഈ സോൾ എന്ന് പറയുന്ന ടോട്ടൽ ഹോൾ പേഴ്സൺ, നമ്മൾ എന്ന് പറയുന്ന ബീങ് അതാ. ഇവിടെ നമ്മുടെ സ്വന്തം ഇച്ഛ, വിൽ പവർ, ഇച്ഛാശക്തി നമ്മൾ യൂസ് ചെയ്യുന്ന ഈ സോള്. ഇവിടെ കർത്താവിന്റെ ഹിതം ഇൻഫ്ലുവൻസ് ചെയ്യാൻ, ദൈവത്തിന്റെ ഹിതം നമ്മുടെ വില്ലില് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലേസ് ആ സോൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ സ്പിരിറ്റ് ഇന്ന് കഴിഞ്ഞ ആഴ്ച എക്സ്പ്ലെയിൻ ചെയ്ത്. സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ജസ്റ്റ് ദ സ്പിരിച്വൽ ആസ്പെക്ട്. നമ്മൾ പറഞ്ഞില്ലേ, ബ്രെത്ത് ഓഫ് ഗോഡ്, അവിടെ ഹോളി സ്പിരിറ്റ് ലിവ് ചെയ്യുന്നത്. സോ ഈ വേഴ്സില് സ്പിരിറ്റ് ഇംഗ്ലീഷില് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, സോള്, സ്പിരിറ്റ് അല്ല. മലയാളത്തില് അതൊരു കൺഫ്യൂഷൻ കാണും. സെയിം വേർഡ്സ് അവിടെ യൂസ്. വി തിങ്ക് ദാറ്റ് ഇറ്റ് ഇസ് ദ സെയിം, ബട്ട് ഇറ്റ്സ് ഡിഫറെന്റ് മീനിങ്. ഓക്കെ, മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് മൈൻഡ്. ഓക്കെ, മൈൻഡ് നമ്മളുടെ മനസ്സ്. നമ്മൾ പലതും ചിന്തിക്കാറില്ലേ മനസ്സില്? നമ്മൾ ചിന്തിക്കാറുണ്ട്. പിന്നെ മനസ്സിലായില്ല എന്ന് പറയത്തില്ലേ? മനസ്സിലായോ? ഇല്ല, ഇല്ലേ? ദാറ്റ് മീൻസ് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? സോ അണ്ടർസ്റ്റാൻഡിങ്ങും ഇതെല്ലാം മനസ്സിൽ നിന്നാണ് വരുന്നത്. നമുക്ക് അണ്ടർസ്റ്റാൻഡിങ്ങും ഇൻസൈറ്റ്സ് കിട്ടുന്നത് മനസ്സില്. നമുക്ക് ചിന്തിക്കാം, മനസ്സിൽ കൂടെ ചിന്തിക്കും, തോട്ട്സും എല്ലാം മനസ്സിലും നടക്കുന്നുണ്ട്. നമ്മൾ മൈൻഡിന്റെ ആസ്പെക്ട്സ്, നമ്മൾ എബിലിറ്റീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. എന്തൊക്കെ എബിലിറ്റീസ് ആ മൈൻഡിനുള്ളത്, മനസ്സിനുള്ളത്? Perception. ഇൻഫർമേഷൻ നമ്മൾ റിസീവ് ചെയ്യുന്നു അല്ലെ, അതല്ലേ പെർസെപ്ഷൻ? ഏതെല്ലാം രീതിയിലാ പെർസീവ് ചെയ്യാൻ പറ്റുന്നത്? കറക്റ്റ്. സോ അതിൽ കൂടെ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടും. പിന്നെ എന്തെല്ലാം? വാട്ട് എൽസ്? അറ്റൻഷൻ ഉണ്ട്. പിന്നെ മെമ്മറി. നമ്മുടെ മൈൻഡ് ഇതെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ലേൺ ചെയ്യുന്ന ന്യൂ തിങ്സ്, റൈറ്റ്? പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, ഡിസിഷൻസ് മേക്കിംഗ്, ക്രിട്ടിക്കൽ തിങ്കിങ്, പിന്നെ ലാംഗ്വേജ് പ്രോസസ്സിങ്, ഇതെല്ലാം എബിലിറ്റീസാ. ഇനി നമ്മൾ പഠിക്കുന്നത് ലവ് ദ ലോർഡ് വിത്ത് ഓൾ ഓഫ് യുവർ മൈൻഡ് എന്ന് പറയുമ്പോ എന്താണ് അത്? ഹൗ കെൻ യു, വാട്ട് കെൻ യു സേ അബൌട്ട് ഇറ്റ്? ഹൗ കെൻ യു ലവ് ഗോഡ് വിത്ത് യുവർ മൈൻഡ്? ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. complete attention. Okay, so if it is abilities നോക്കുമ്പോ എന്താ സിസ്റ്റർ Say no to the things that God does not approve of. So you should be very careful. നമ്മൾ പെർസീവ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ അകത്തോട്ട് എടുക്കുന്ന കാര്യങ്ങൾ നല്ല ശ്രദ്ധിക്കണം. നമ്മൾ പെർസീവ് ചെയ്യുന്നത്, പിന്നെ അറ്റൻഷൻ കൊടുക്കുന്ന കാര്യങ്ങൾ. സോ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളുടെ ബസ്സെല്ലാം അന്നത്തെ സമയത്ത് ഈ ബിൽ ബോർഡ് എല്ലാം ഒട്ടിക്കുമല്ലോ, സിനിമാസ് പോസ്റ്റേഴ്സ് ഭിത്തിയില് വാൾസിലായിരുന്നല്ലോ. അന്നേരം ബസ് നമ്മൾ പോകുമ്പോ ബസ് സ്റ്റോപ്പിന്റെ മുന്നിൽ ഇതായിരിക്കും. സോ നേരെ കാണുന്നത് ഈ ബിൽ ബോർഡ്സ് ആയിരിക്കുമല്ലോ, പോസ്റ്റേഴ്സ്. സോ ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതിന് പാപമില്ല. ഫസ്റ്റ് ടൈം നമ്മൾ കാണുന്നത് നമ്മൾ. പക്ഷേ രണ്ടാമത് നമ്മൾ നോക്കിയാൽ വാട്ട് ഈസ് ഇറ്റ്? അറ്റൻഷന് അല്ലേ? അവിടെയാ പ്രശ്നം വരുന്നത്. സോ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ദൈവം നമ്മളെ നോക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ അറ്റൻഷൻ എവിടെ, നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എവിടെ. പിന്നെ നമുക്ക് മെമ്മറി തന്നെ ഒന്ന് ഓർത്തേ. നമുക്ക് ബാഡ് മെമ്മറീസ് ഉണ്ട്, ഗുഡ് മെമ്മറീസ് ഉണ്ട്. പലപ്പോഴും ബാഡ് മെമ്മറീസ് നല്ല കൂടുതൽ ഓർത്തിരിക്കുന്നത് അല്ലേ?
നമ്മള് നമ്മുടെ ജീവിതത്തിന്റെ ലൈഫിന്റെ എക്സ്പീരിയൻസ് ചോദിച്ചാല് ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനുള്ളത് നമ്മുടെ പ്രശ്നങ്ങളാണ്, പണ്ട് നടന്ന കാര്യങ്ങൾ, ഏതാ ബാഡ് തിങ്സ്. സോ ഈ മെമ്മറീസ് നമ്മള് അത് ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. വാട്ട് കൈൻഡ് ഓഫ് മെമ്മറീസ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്? അത് നമ്മൾ വിട്ട് കളഞ്ഞിട്ടുണ്ടോ? ക്ഷമിച്ചിട്ടുണ്ടോ? വിട്ട് കളഞ്ഞിട്ടുണ്ടോ? നമ്മൾ വായിച്ച വേഴ്സസ് ഉണ്ടല്ലോ, തിങ്ക് അബൌട്ട് ദ ഗുഡ് തിങ്സ്, ദ ലവ്ലി തിങ്സ്, അല്ലേ? ലാസ്റ്റ് വീക്ക് നമ്മൾ വായിച്ചത് അത്. സോ ഓരോ ആസ്പെക്ട്സും ദൈവം നോക്കുന്നുണ്ട്. അതാണ് ലവ് ദ ലോർഡ് വിത്ത് ഓൾ ഓഫ് യുവർ മൈൻഡ് എന്ന് പറയുന്നത്. നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുക, പല പ്രശ്നങ്ങളും വരും. എസ്പെഷ്യലി ഗവൺമെന്റ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും എന്തോ പറ്റും, നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്തു തരത്തില്ല. സോ ഉടനെ ഫസ്റ്റ് എന്തോ വരുന്നത്, ഓപ്ഷൻ എന്താ വരുന്നത്? പ്രൈബിങ്. ദാറ്റ്സ് എ ഫസ്റ്റ് തിങ്, അല്ലെ? അന്നേരം ഉടനെ എന്തോ പറ്റും, സാരമില്ല. കൂടെ നിൽക്കുന്നവരെല്ലാം പറയും ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് എ നോർമൽ കാര്യമാണ്, ഇതെല്ലാം നോർമലാ, ഇത് ചെയ്തില്ലേ നടക്കത്തില്ല കാര്യം, ഇതല്ലേ പറയുന്നേ. സോ ദൈവം അവിടെ നോക്കുന്നുണ്ട്. വാട്ട് ഈസ് ഇറ്റ് പ്രോബ്ലം? നിന്റെ പ്രോബ്ലം നീ എങ്ങനെ സോൾവ് ചെയ്യുന്നത്? ഇപ്പൊ ഡിസിഷൻസ് മേക്കിംഗ് ആണെങ്കിൽ സെയിം തിങ് ആണ്. എല്ലാ കാര്യം ഡിസിഷൻ, സ്മോൾ ടു ദ ബിഗ്. നമ്മൾ ചിന്തിക്കേണ്ട, ഓക്കെ കല്യാണ സമയം ദാറ്റ് ഇസ് എ ബിഗ് ഡിസിഷൻ, പഠിത്തം ഏതാ ചൂസ് ചെയ്യുന്ന ഇറ്റ്സ് എ ബിഗ് ഡിസിഷൻ. എവറിത്തിങ് ഡെയിലി നമ്മുടെ ഓരോ ദിവസം, ഇപ്പൊ നമ്മൾ അമ്മമാർക്കാണെങ്കിൽ ഇച്ചിരി കൂടെ ഉണ്ട്, ഇന്ന് ഞാൻ എന്ത് കുക്ക് ചെയ്യും, എന്താ എടുക്കണ്ടേ, എന്ത് ഇടണം, ഓർ എല്ലാം എന്റെ മക്കൾക്ക് എന്തോ കൊടുക്കണം. സ്മോൾ തിങ്സ് വരെ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഗോഡ്. ദൈവം എല്ലാം നോക്കുന്നുണ്ട്. സോ നമ്മുടെ ഈ എല്ലാ ഏരിയസ്, നമ്മൾ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ്, എവറിത്തിങ് ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. സോ ലവ് യുവർ ഗോഡ് വിത്ത് ഓൾ ഓഫ് യുവർ മൈൻഡ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം അതിൽ ഇൻവോൾവ്. അടുത്ത നമ്മുടെ സ്ട്രെങ്ത്, ലവ് യുവർ ഗോഡ് വിത്ത് ഓൾ ഓഫ് യുവർ സ്ട്രെങ്ത്, അല്ലെ? സോ നമുക്കത് അറിയാമല്ലോ, എല്ലാ കാര്യങ്ങൾ, ഫിസിക്കൽ സ്ട്രെങ്ത്, എമോഷണൽ സ്ട്രെങ്ത്, എവറിത്തിങ്. നമ്മൾ ഹൗ ഡു വി ലവ് ഗോഡ്, ടോട്ടൽ ഡിവോഷൻ ദൈവത്തിനെ കാണിക്കുന്നത് നമ്മളുടെ സ്ട്രെങ്ത് എങ്ങനെ യൂസ് ചെയ്യുന്നത് ദൈവം നോക്കുമ്പോ. സോ നമ്മളുടെ റിസോഴ്സസ്, ദൈവം തന്ന ടൈം, അവർ ടാലൻസ്, അവർ ഫിനാൻസസ്, ഇതെല്ലാം നമ്മൾ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഗോഡ് ഇസ് വാച്ചിങ് us. സോ ഇതെല്ലാം അതിൻ്റെ അകത്തുള്ളതാ. ഈ സ്ട്രെങ്തിൽ കൂടെ നമ്മൾ ദൈവത്തിനെ ലവ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇതെല്ലാം ഇൻവോൾവ്. നമ്മൾ സാക്രിഫിഷ്യൽ ആയിട്ട് ലവ് ചെയ്യുന്നുണ്ടോ, പുട്ടിങ് ഗോഡ്സ് വിൽ അബവ് അവർ ഓൺ ഡിസയേഴ്സ്. പിന്നെ ഫിസിക്കലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മറ്റുള്ളവരെ നമുക്ക് ആവോളം സഹായിക്കാൻ പറ്റുന്നുണ്ടോ, എമോഷണലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ, പ്രത്യേകിച്ച് ലൈക്ക് മദേഴ്സായി നമുക്ക് നമ്മുടെ മക്കളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതൊരു വലിയ ക്വസ്റ്റ്യൻ ആയി ഇപ്പോഴത്തെ കാലത്ത്. യൂഷ്വലി എന്താ പറ്റുന്നത്, നമ്മൾ ലേഡീസ് ഇത്രയും പഠിച്ചു, ഹൗ ക്യാൻ ഐ സിറ്റ് അറ്റ് ഹോം ലൈക്ക് ദാറ്റ്, ഇത്ര എന്റെ പേരൻസ് എന്നെ പഠിപ്പിച്ചതല്ലയോ, എന്തെല്ലാം ചോദ്യങ്ങൾ വരും ആഫ്റ്റർ മക്കൾ ഉണ്ടായി കഴിഞ്ഞ്. പക്ഷെ അവരിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ടൈമാണ് നമ്മുടെ, അത് നമ്മൾ ചെയ്യുന്നുണ്ടോ? God is watching. So it's not that you shouldn't work anything, but the time that you need to invest with your children, we have to invest that. So എല്ലാ കാര്യങ്ങളും, മൈന്യൂട്ട് കാര്യം വരെ God is keeping a watch on, പിന്നെ worshiping God, praising God, ഇതെല്ലാം it's with our strength, heart and strength, everything is involved in this. So ദൈവം പറഞ്ഞ ഈ വേഴ്സിലുള്ള 4 ഏരിയസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ഇന്ന് നമ്മൾ നെക്സ്റ്റ് ഒരു വേഴ്സ് എല്ലാവരും ഒന്ന് മലയാളത്തിൽ ഒന്ന് വായിച്ച് സഹായിക്കണേ. ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 26 to 27. നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും ഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇടജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം ഓക്കെ, താങ്ക് യു സിസ്റ്റർ. ഓക്കെ, ഈ സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ്? ഇമേജ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ഇമേജ് ഓഫ് ഗോഡ്?
മനുഷ്യനെ മാൻ വാസ് മെയ്ഡ് ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ് അല്ലേ? മനുഷ്യനെ ദൈവത്തിന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കി. അതിന്റെ അർത്ഥം എന്താ? Qualities. ക്വാളിറ്റീസ് ലൈക്ക് സ്വഭാവം സ്വഭാവമാണ് സ്വഭാവം സ്വഭാവം, ക്യാരക്ടറിസ്റ്റിക്സ്. Nature. ക്യാരക്ടറിസ്റ്റിക്സ്, യെസ്. ദൈവത്തിന്റെ ക്യാരക്ടേഴ്സ് ലൈക്ക് വാട്ട്? ഏതൊക്കെയാ? സ്നേഹം ഇല്ലേ? Kindness, compassion, കൈൻഡ്നസ്, കമ്പാഷൻ, ജസ്റ്റിസ്, നീതി, കരുണ. ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് എല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയത്. ദൈവത്തിന്റെ ഈ ക്യാരക്ടേഴ്സ് എല്ലാം റിഫ്ലക്ട് ചെയ്യുന്ന അങ്ങനെ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. ദാറ്റ് ഈസ് വൈ ഹി വാസ് ഇവിടെ എഴുതുന്ന ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുമ്പം അവരെന്തോ ചെയ്യുന്ന, അവര് ദൈവത്തിനെ റെപ്രസെന്റ് ചെയ്യുക വേൾഡ് ഏർത്തില്. മനുഷ്യൻ ദൈവത്തിനെ റെപ്രസെന്റ് ചെയ്യുക. പിന്നെ ഈ മനുഷ്യന് റിലേഷൻഷിപ്പ് കപ്പാസിറ്റി ഉള്ള ഒരു ബീയിങ് ആണ് ഇമേജ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ. മീൻസ് ദിസ് ഹ്യൂമൻ ഹാവ് ദ കപ്പാസിറ്റി ടു ഹാവ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആൻഡ് അതേഴ്സ്. അതാണ് അനദർ പാർട്ട് ഓഫ് അനദർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇമേജ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ. പിന്നെ മോറൽ റെസ്പോൺസിബിലിറ്റി. ഹ്യൂമൻ ആർ അക്കൗണ്ടബിൾ ഫോർ ദർ ആക്ഷൻസ്. ചെയ്യുന്ന പ്രവൃത്തിയിൽ they are accountable to it. And last, they have stewards അവര്. They have been given a role to take care of creation. ഇത്രയും കാര്യങ്ങളാ ഇമേജ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പം നമ്മൾ മീൻ ചെയ്യുന്ന. ഫസ്റ്റ് വൺ, ദൈവത്തിന്റെ ക്യാരക്ടറിനെ റിഫ്ലക്റ്റ് ചെയ്യും. ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ ജസ്റ്റിസ്, നീതിയും മേഴ്സിയും കൈൻഡ്നെസ്സും ഇതെല്ലാം റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ഹ്യൂമനെ ദൈവം ഉണ്ടാക്കിയത്. പിന്നെ ഈ ഹ്യൂമൻ ഉണ്ടാക്കിയത് ദൈവത്തിനെ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ബീയിങ്ങിനെ ദൈവം ഉണ്ടാക്കിയത്. ആ ബീയിങ്ങിന് ജോലി കൊടുത്തിട്ടുണ്ടായിരുന്നു ടു കെയർ ഫോർ ദ ക്രിയേഷൻ. സ്റ്റിവാർഡ്സ് ആയിരുന്നു അവര്. മലയാളത്തിലെ സ്റ്റിവാർഡ്സിന് എന്തോ യെസ് അങ്ങനെയായിരുന്നു. പിന്നെ ഈ ബീയിങ്സിന്, ഹ്യൂമൻ ബീയിങ് ആദ്യം ഉണ്ടാക്കിയ ആദാമോ ഹവ്വയെ, അവർക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ അവർക്ക് കേപ്പബിലിറ്റി ഉണ്ട്, ഗോഡ് ആൻഡ് അതേഴ്സ്. അങ്ങനെ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് വിത്ത് ഓൾ യൂണീക്ക് ക്വാളിറ്റീസും ക്യാരക്ടറിസ്റ്റിക്സ്. ഇതെല്ലാം കൊടുത്തത് ദൈവത്തിന്റെ നേച്ചർ റിഫ്ലക്റ്റ് ചെയ്യാനാ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഹ്യൂമൻ ബീയിങ്ങിനെ ഉണ്ടാക്കിയപ്പോ ദൈവം ചെയ്തത്. ഇനി ഇത് ബിഫോർ ദ ഫോൾ, പാപം ചെയ്യുന്നതിന് മുമ്പേ എങ്ങനെയായിരുന്നു നമുക്ക് ജസ്റ്റ് നോക്കാം. ജെനസിസ് 1:26-27 ഉള്ളത്. അതിൽ നമ്മൾ കാണുന്നുണ്ട് പെർഫെക്ഷനാ കാണുന്നത്. അവരെ പെർഫെക്റ്റ് ആയിട്ടാ ഉണ്ടാക്കിയ. ഹാർമണി ഉണ്ടായിരുന്നു, ഐക്യം. അവർക്ക് ഐക്യം നമ്മൾ അവരിൽ കാണുന്നുണ്ട്. സൈക്കോളജിക്കലി അവരെങ്ങനെയായിരുന്നു? അവര് തമ്മിൽ അടിയോ വഴക്കോ ബഹളോ എല്ലാം ഉണ്ടായിരുന്നു ആദാം ഹവ്വയും ബിഫോർ ദ സിൻ? ഇല്ല. നമ്മൾ കാണുന്ന എന്തോ ആദാം പാട്ട് വരെ പാടിയില്ലേ ഹവ്വയെ കണ്ടപ്പോ, ഫസ്റ്റ് ടൈം കാണുന്നപ്പോ അല്ലെ? ആൻഡ് ഓൾ ത്രൂ വാട്ട് വി ഡോണ്ട് സീ ഒരു കോൺഫ്ലിക്റ്റും നമ്മൾ കാണുന്നില്ല. ഒരു ഹോൾനെസ് ആ കാണുന്നത്. ജെനസിസ് ചാപ്റ്റർ ഒന്ന് പെട്ടെന്ന് വായിച്ച് ഹെൽപ്പ് ചെയ്യണം. ജെനസിസ് ചാപ്റ്റർ 2:25. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ലതാനും. ഓക്കെ, സി ഒരു കോൺഫ്ലിക്റ്റും ഇല്ല, ഇന്റേണലി ഒരു പ്രശ്നവും ഇല്ല, അവർക്ക് നാണമില്ല, അവർക്കൊന്നും തോന്നിയില്ല. ദേ വർ ഹോൾ ആയിരുന്നു. സെക്കൻഡ് ഇസ് ക്ലിയർ കോൺഷ്യൻസ് ആയിരുന്നു. അവർക്ക് മനസാക്ഷി ക്ലിയർ. അവർക്കൊരു ഷെയിമോ ഒരു ഗിൽറ്റോ കുറ്റബോധോ ഒന്നുമില്ലായിരുന്നു. പിന്നെ 3, എമോഷണലി അവർ സ്റ്റേബിൾ ആയിരുന്നു, അവർ ഹാപ്പി ആയിരുന്നു, കണ്ടന്റ് ആയിരുന്നു, സാറ്റിസ്ഫൈഡ്. ഇതിനെല്ലാം കാരണം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് അവര് ഹാപ്പി ആയിട്ട് ജീവിച്ച? അവിടെ പാപമില്ലായിരുന്നു. പാപമില്ല. അത് മാത്രം പക്ഷെ വൈ പാപമില്ലാത്ത? ദൈവത്തോടു കൂടെ ആയിരുന്നു. യെസ്, അതാണ് റീസൺ. ബിക്കോസ്
ദേ ഹാഡ് എ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. അവിടെ അവർ കൂടെ നടന്നു, സംസാരിച്ചു, അല്ലേ? ഒരു ഡീപ്പ് കണക്ഷൻ അവർക്കുണ്ടായിരുന്നു. ജെനസിസ് 3:8 നമ്മൾ വായിക്കുന്നുണ്ട് അത് നടന്ന കാര്യമെല്ലാം. സോ ഇങ്ങനെയായിരുന്നു. സൈക്കോളജിക്കലി അവർ ഹോൾ ആയിരുന്നു. അവർ ക്ലിയർ കോൺഷ്യൻസ്, പ്യുവർ ആയിരുന്നു. അവർക്ക് കുറ്റബോധം ഒരു പ്രശ്നമില്ല. എമോഷണലി വെരി ഹാപ്പി, സാറ്റിസ്ഫൈഡ് ആൻഡ് കണ്ടന്റ് ആയിരുന്നു. ഇതെല്ലാം റീസൺ ബിക്കോസ് ഇതെല്ലാം വരാൻ കാരണം ദൈവമായിട്ടുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ്. ദേ ഹാഡ് എ ഡീപ്പ് റിലേഷൻഷിപ്പ്. ഇതായിരുന്നു അവർ സൈക്കോളജിക്കലി ഇങ്ങനെയായിരുന്നു. ഇതായിരുന്നു ഒറിജിനൽ ഡിസൈൻ. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോ ഒറിജിനലി ദൈവം ഉണ്ടാക്കിയ മനുഷ്യൻ ഇങ്ങനെയായിരുന്നു. ഇനി എമോഷണലി അവരെങ്ങനെ, ഹൗ വേദ 2:23-25 ഒന്ന് വായിക്കാമോ? ജെനസിസ് ചാപ്റ്റർ 2:23-25. ഇതിപ്പോൾ അപ്പോൾ എന്റെ മനുഷ്യൻ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. അവർ Okay. ഏകദേഹമായി തീരും. ഓക്കെ, എന്തോ എമോഷൻസ് ആണ് നമ്മൾ അവിടെ കാണുന്നത്? ആ വേഴ്സിൽ എന്ത് എമോഷൻസ് ആ കണ്ടേ? 23-ല് സ്നേഹം, happiness. ഇതിൽ നിന്ന് മാംസം ഹാപ്പിനെസ് അല്ലേ? ഭയങ്കര ഹാപ്പി അല്ലായിരുന്നോ? ജോയ് ആയിരുന്നു ആ റിലേഷൻഷിപ്പ്. ഗോഡ് ആൻഡ് വിത്ത് ഈച്ച് അവർ വെരി ഹാപ്പി. പിന്നെ 2:8-9 ഒന്ന് വായിക്കാമോ? ട്യൂബിന്റെ ജെനസിസ് 2. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. സോ എന്തോ ഒരു ഗാർഡൻ ആയിരുന്നല്ലോ. എല്ലാം ഉണ്ട്, നല്ല നല്ല വൃക്ഷങ്ങൾ, അല്ലേ? അവിടെ ഒന്നിനും കുറവില്ല. കംപ്ലീറ്റ് ഒരു ഒന്നും ഇല്ല എന്നുള്ള ഒരു കാര്യമില്ല അവിടെ. കംപ്ലീറ്റ് കണ്ടന്റ്, അവര് സാറ്റിസ്ഫൈഡ് ആയിരുന്നു അവിടെ. പിന്നെ നമ്മൾ വായിക്കുന്നത് 2:15-17 ഒന്ന് വായിക്കാമോ? യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. ഓക്കെ, അവിടെ ദൈവം അവരോട് പറയുന്ന, ദൈവം കൂട്ടിക്കൊണ്ട് പോയെന്നാ പറയുന്നത്. അവരെത്ര ഒരു പേടി ഭയം ഒന്നുമില്ല ദൈവത്തിന്റെ മുന്നില്. അവര് ദൈവത്തിനെ ട്രസ്റ്റ് ചെയ്തു. ദൈവം പറഞ്ഞതെല്ലാം കേട്ടു. സോ ദേ ലവ്ഡ്. അവിടെ ഒരു നെഗറ്റീവ് ഒരു തിങ്കിങ് ഇല്ല, അവിടെ ഒന്നുമില്ല. സോ എമോഷണലി അവര് ഹാപ്പി ആയിരുന്നു. അവര് തൃപ്തി ഉള്ള ഒരു സ്ഥലത്തായിരുന്നു. ദേ വർ ഹാപ്പി. പിന്നെ അവർക്ക് സ്നേഹവും ദൈവത്തിൽ വിശ്വാസവും ഉണ്ടായിരുന്നു എമോഷണലി. ഇനി സ്പിരിച്വലി എങ്ങനെയായിരുന്നു? 2:8-9 ഒന്നുകൂടെ വായിക്കാമോ? ജെനസിസ് 2:8-9. അനന്തര യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തു നിന്ന് മുളപ്പിച്ചു. തോട്ടം നനപ്പാൻ അത് മതി സിസ്റ്റർ. ഓക്കെ, താങ്ക് യു. ഇവിടെ കാണിക്കണ്ട, ഡയറക്റ്റ് ദൈവമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ നടക്കുന്നത്. കംപ്ലീറ്റ് ഡയറക്റ്റ്. ഇടയ്ക്ക് ഒരു മീഡിയേറ്ററും ഇല്ല. സോ ദൈവമായിട്ട് ഒരു ഡയറക്റ്റ് ആക്സസ് അവർക്കുണ്ടായിരുന്നു. പിന്നെ ഈ സെയിം 1 വേഴ്സ് മേളിൽ കാണുവാണെങ്കിൽ അവര് സ്പിരിച്വലി ലൈവ്, ജീവൻ അവർക്കുണ്ടായിരുന്നു. ഈ സ്പിരിച്വലി അവർ ലൈവ് ആയിരുന്നു ആ സമയത്ത്. ഡയറക്റ്റ് കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്, സ്പിരിച്വലി ലൈവും. അത് മാത്രമല്ല, ദൈവത്തിന്റെ പ്രസൻസിലായിരുന്നു അവരെപ്പോഴും. അത് റിയൽ ആയിരുന്നു. അവർക്ക് അറിയായിരുന്നു, ദൈവം നടന്നു വരുന്ന ശബ്ദം അവർക്ക് കേൾക്കായിരുന്നു. ഇറ്റ്സ് റിയലായിട്ട് അവർ എക്സ്പീരിയൻസ് ചെയ്ത. സോ ഇങ്ങനെയായിരുന്നു ആദ്യം ദൈവം ഉണ്ടാക്കിയ മനുഷ്യന് സ്പിരിച്വലി ലൈവ് ആയിട്ടുള്ളതും ദൈവമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനും
ആൻഡ് ദൈവത്തിന്റെ പ്രസൻസിലായിരുന്നു അവര്. ഓക്കെ, ഇനി സോഷ്യലി അവരെങ്ങനായിരുന്നു? ജെനസിസ് 2:23 ഒന്ന് വായിക്കാമോ? ജെനസിസ് 2:23. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാകുമെന്ന് പറഞ്ഞു. ഓക്കെ, സോ നമ്മൾ കാണുന്നുണ്ടല്ലോ ആ വേഴ്സിൽ എത്ര ഹാപ്പി ആയിട്ട് അവര് ജോയ്ഫുൾ ആയിട്ട് ഐക്യത്തിലുള്ള ഒരു ബന്ധമാ. ആ സ്റ്റാർട്ടിങ് തൊട്ട് 25 വരെ നമ്മൾ സെയിം വായിക്കുന്ന ഒരു ലവിങ് റിലേഷൻഷിപ്പ് അവർക്കുണ്ടായിരുന്നു. അവർ ഒന്നായിരുന്നു, യുണൈറ്റഡ്. നമ്മൾ സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ ആയിരുന്നു, യുണൈറ്റഡ്. വേഴ്സ് 25 വൺ ഫ്ലഷ് ആയിരുന്നു അവര്. അവരുടെ സ്നേഹവും ഒരുപോലെ സെയിം ആയിരുന്നു. നമ്മൾ അത് കാണുന്ന പഴം പറിച്ചു കൊടുത്തപ്പോ പോലും ആദാം വേണ്ടാന്ന് പറഞ്ഞായിരുന്നോ ഹവ്വയോട്? ഇല്ല. ഇല്ല. ബിക്കോസ് ദേ വർ വൺ. അവർ ഒരുമിച്ചായിരുന്നു എല്ലാ കാര്യങ്ങളും. അവരുടെ മനസ്സ് അങ്ങനെ ആയിരുന്നു. പിന്നെ സോഷ്യലി അവര് നല്ല റിലേഷൻഷിപ്സ് ഉണ്ടായിരുന്നു അവർക്ക്, ദൈവമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അവർ യുണൈറ്റഡ് ഒന്നായിരുന്നു. അവരിൽ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഒന്നുമില്ല. മൂന്നാമത്തെ, അവർക്ക് സ്റ്റിവാർഡ്സ് ആയിരുന്നു. ഗ്രഹ വിചാര. സോ അവര് സ്റ്റിവാർഡ്ഷിപ്പ്, അവർക്ക് ജോലിയുണ്ട് മറ്റോ കാര്യങ്ങൾ നോക്കാൻ. ദൈവം ഏൽപ്പിച്ച ഈ ക്രിയേഷൻ മൊത്തം കെയർ ചെയ്യാനുള്ള ആ ഒരു ജോലി അവർക്ക് അതുണ്ടായിരുന്നു. സോ അതും സോഷ്യലി അതും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവർ ചെയ്യുമായിരുന്നു. സോ ഇങ്ങനായിരുന്നു ആദ്യം ഉണ്ടാക്കിയ മനുഷ്യൻ. സോ നമ്മൾ സൈക്കോളജിക്കലി കണ്ടു, സ്പിരിച്വലി കണ്ടു, സോഷ്യലി കണ്ടു, എമോഷണലി കണ്ടു. പക്ഷെ ഇനി ഞാൻ ചോദിക്കുന്ന ഒരു ചെറിയ ആക്ടിവിറ്റിയാണ്. നമുക്ക് ജെനസിസ് ചാപ്റ്റർ 3, എല്ലാവരും ബൈബിൾ എടുത്തിട്ട് ജെനസിസ് ചാപ്റ്റർ 3 വേഴ്സ് 7 to 13 അതിന്റെ അകത്ത് കാണുന്ന ചേഞ്ചസ് ഒന്ന് പറയാമോ? എന്തൊക്കെയാ ചേഞ്ചസ് അത് കഴിഞ്ഞപ്പോ? ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. അത്തിയിലെ കൂട്ടി തങ്ങൾക്ക് അരയാടെ ഉണ്ടാക്കി. ഓക്കെ, സോ ഞാൻ ചോദിക്കട്ടെ, ഈ എമോഷൻസ് നമുക്ക് ആദ്യം നോക്കാം. ഈ ചാപ്റ്റർ 3 വേഴ്സ് 7 onwards, 7 to 9 വരെ വായിക്കുമ്പോ എന്തൊക്കെ എമോഷൻസ് ആണ് നമ്മൾ കാണുന്നത്? ഫിയർ കാണുന്നോ? ഏതാ വേഴ്സ് വായിക്കാമോ? അത്തിയിലെ കൂട്ടി തുന്നി തങ്ങളുടെ അരയാടെ ഉണ്ടാക്കി. ഓക്കെ, ഫിയറിന് തന്നെ ഉണ്ട് അതിന്റെ വേർഡ് വരുന്നത്. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു. ഭയപ്പെട്ടു. സോ സി, ഇത് നേരത്തെ ഉണ്ടായിരുന്നോ? പാപത്തിന് മുമ്പ് ഈ എമോഷൻ ഉണ്ടായിരുന്നോ? ഇല്ല. സോ നമ്മളൊരു എമോഷൻ കാണുന്ന ഫിയർ. പിന്നെ നമ്മൾ വേറെ എമോഷൻസ് ഇവിടെ കാണുന്നുണ്ട്, ഇച്ചിരിയുടെ മേളിലുള്ള. ഏതാ? ഒച്ച കേട്ടു. എന്തോ അല്ല, എമോഷൻ, ഫീലിംഗ്. അവർ നഗ്നരെന്ന് കണ്ടു. 25-ാം വാക്യത്തില് അവർക്ക് നാണം തോന്നിയില്ലതാനും. ഇവിടെ അവർക്ക് നാണം തോന്നി. എന്തോ ഒന്നോട് പറയാമോ? നഗ്നരാന്ന് കണ്ടു. വേഴ്സ് 7 അല്ലേ വായിക്കുന്നത്? അതെ, എന്ന് അവരറിഞ്ഞു. 2:25 നഗ്നനായിരുന്നു, പക്ഷെ അവർക്ക് നാണം തോന്നിയില്ല. ഇവിടെ അവരറിഞ്ഞു. ഇവിടെ അവരറിഞ്ഞു. സോ എന്തോ ചെയ്ത? നാണം തോന്നിയിട്ടല്ലേ അവർ ചെയ്ത അടുത്ത പ്രവൃത്തി. സോ ഷെയിം അവർ ഫീൽ ചെയ്തു. അടുത്ത എമോഷൻ നമ്മൾ കാണുന്ന എന്തുവാ? ഷെയിം ഉണ്ട്. പിന്നെ വേറെ ഒരു എമോഷനും കൂടെ എടുത്ത് കാണാം നമുക്ക്. ഗിൽറ്റ്. എങ്ങനെ, എവിടെ കാണുന്ന ഗിൽറ്റ്? അത്തിയുടെ ഇല ഉണ്ട്. തോട്ടത്തിലെ ദൈവം തങ്ങളെ കാണാതിരിക്കാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. പിന്നെ എന്തോ പറ്റി? വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. അത് ഭയം നമ്മൾ പറഞ്ഞു. അത്തിയില കൂട്ടി തുന്നി വസ്ത്രം
ഉണ്ട്. സോ അവര് ഗിൽറ്റ് കൊണ്ട് ഷെയിം അവർക്ക് ഫീൽ ചെയ്തു, കുറ്റബോധം ഫീൽ ചെയ്തു, അങ്ങനെ അവര് കയറി ഒളിച്ചു. പിന്നെ ഭയത്തിനെയും കുറിച്ച് പറയുന്നു. സോ സി ആ ചേഞ്ചസ് വന്നത് കണ്ടോ? ആ പാപം ചെയ്തപ്പോ എമോഷൻസ് മാറിയത്, ആ വണ്ണസും അതെല്ലാം മാറി. ഇപ്പൊ നോക്കിക്കേ, ഷെയിമും ഗിൽറ്റും തുടങ്ങി, ഭയം വന്നു. പിന്നെ വേറെ വലിയ കാര്യമാ, 3:12-13 ഒന്ന് വായിക്കാമോ? അതിന് മനുഷ്യൻ, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ഈ ചെയ്തത് എന്തേ എന്ന് ചോദിച്ചതിന്, പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഒരു ഓക്കെ, സൂണ്ട് ഓക്കെ സിസ്റ്റർ, അത് മതി. സോ ഇവിടെ എന്താ നടക്കുന്നേ? എന്തോ നടന്നേ? കുറ്റം ആരോപിക്കുന്നു, പരസ്പരം കുറ്റം ആരോപിക്കുന്നു. കുറ്റാരോപണം. നേരത്തെ അവര് ഒരു മനസ്സല്ലായിരുന്നു, ഇപ്പൊ അവർ ഒരു മനസ്സാന്നോ? സ്ത്രീയായി. അല്ല. സേ ബ്ലെയിം ഷിഫ്റ്റിംഗ് അവിടെ, ബ്ലെയിം ഗെയിം കളിക്കുക അവിടെ, അല്ലേ? സോ ആരാ എന്തോ പറഞ്ഞ, ആരെയൊക്കെ കുറ്റം പറഞ്ഞ്? ആദാം ആരെയൊക്കെ കുറ്റം പറഞ്ഞ്? സ്ത്രീയെ കുറ്റം ഹവ്വ ആദമിനെ കുറ്റം പറഞ്ഞു, ആദം ദൈവത്തെ കുറ്റം പറഞ്ഞു, ഹവ്വയെ പാമ്പിനെ കുറ്റം പറഞ്ഞു. അതാണ് എന്തോ ഒരു കുറ്റം, ദൈവത്തിനെ വരെ കുറ്റം പറയാൻ റെഡിയായി. സോ എന്തോ ഒരു മാറ്റമാ ഉണ്ടായത്, ആ സൈക്കോളജിക്കലി വന്ന ചേഞ്ച്. അടുത്ത് എമോഷൻസ് എന്തൊക്കെയാ നമ്മൾ വായിച്ചു. ഭയം ഉണ്ടായി, ആങ്സൈറ്റി ഉണ്ടായി, ദൈവത്തിനെ കാണാൻ ഒരു ഭയവും പേടിയും വെറിയും, ഇൻസെക്യൂരിറ്റി. അവര് ടോട്ടലി അത്രയും നാൾ അവര് സെക്യൂർ ആയിരുന്നു, അവർക്ക് ഒരു പേടിയില്ലായിരുന്നു. പക്ഷെ ഇൻസെക്യൂർ ആയപ്പോഴാ ഈ ഭയം ഉണ്ടെങ്കിൽ ഇൻസെക്യൂരിറ്റി ഉണ്ട്. പിന്നെ സന്തോഷം മാറിയിട്ട് 3:16 ഒന്ന് വായിക്കാമോ? 16-19, 16-19 വരെ. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോട് ആകും, അവൻ നിന്നെ ഭരിക്കും. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലം ഒക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്നും മുളയ്ക്കും, വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. ഓക്കെ. അയ്യോ, എന്തോര് ആ സന്തോഷവും സമാധാനവും ഇപ്പൊ ഉണ്ടോ? ഇല്ല. ഇപ്പൊ എല്ലാം അവിടെ ഉള്ള വേദനയും ദുഃഖവും, അല്ലേ? വേദനയും ദുഃഖവും വന്ന മാറ്റങ്ങൾ കണ്ടോ? പിന്നെ ദൈവമായിട്ട് പിന്നെ അടുത്ത ബന്ധത്തിലാണോ ഇപ്പോഴും അവര്? ഇല്ല, ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തു. അത് തമ്മിൽ ഒളിക്കുന്ന സ്വഭാവം തുടങ്ങി, ദൈവത്തിൽ നിന്ന് ദൂരെ പോയി ഒളിക്കുക. അങ്ങനെ എന്നിട്ട് ദൈവത്തിന് മാറ്റമൊന്നുമില്ല. ദൈവം ആദാമിനോട് ചോദിക്കുന്നു, നീ എവിടെയാ? ദൈവം വന്ന് ചോദിക്കുക. പക്ഷെ അവര് ഡിസ്റ്റന്റ് ആയി, അവര് മാറി, അവര് ഡിസ്റ്റൻസിൽ പോയി ഒളിച്ചിരിക്കുക. അതാണ് ഇമോഷണലി അവർക്ക് ചേഞ്ചസ് വന്നത്. ഇനി സ്പിരിച്വലി ആണെങ്കിൽ സെയിം തിങ്, അവര് ദൈവമായിട്ട് സെപ്പറേറ്റ് ആയിപ്പോയി. പിന്നെ ആ ഇന്റിമസി അവർക്കില്ല. നേരത്തെ അവർ ഇന്റിമേറ്റ് ആയിരുന്നു, ഒരുമിച്ച് സംസാരിക്കുന്ന, ഒരുമിച്ച് നടക്കുന്നവർ. ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിപ്പോയി. പിന്നെ എന്തുവാ? സ്പിരിച്വൽ മരണം, ആത്മീയ മരണം. ദൈവത്തിന്റെ ലൈഫിൽ നിന്നും പ്രസൻസിൽ നിന്ന്, ദൈവത്തിന്റെ പ്രസൻസിൽ നിന്ന് അവര് മാറി പോയി. ആ ഒരു അവസ്ഥ അവസാനം ഇറക്കി വിട്ടു. ദൈവത്തിന് ഡ്രോ ദം ഔട്ട്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ആ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടു, ആ ഒരു അവസ്ഥ. സോ ഈ പാപം വന്നു കഴിഞ്ഞപ്പോ സ്പിരിച്വലി ചേഞ്ചസ്. ഫിസിക്കലി ആണെങ്കിൽ എന്തെല്ലാം നടന്നു ഇത് പറയാമല്ലോ, ഈസി അല്ലേ? ഫിസിക്കലി എന്തൊക്കെയാ പറ്റി ചേഞ്ചസ് വന്നത്? മരണം വന്നു, അല്ലേ? പിന്നെന്തുവാ? കഷ്ടങ്ങൾ, രോഗങ്ങൾ, അല്ലേ? ചൈൽഡ് ബർത്ത് കണ്ടോ? കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതിന് സഫറിങ്സ്. പിന്നെ
എൻവയറമെന്റൽ ചേഞ്ചസും ഉണ്ട്, നമ്മൾ കാണാൻ പറ്റുന്ന കാര്യങ്ങള്. ഭൂമി വന്ന ചേഞ്ചസ് വായിച്ചല്ലോ നമ്മളവിടെ. ആ ഗ്രൗണ്ട് ശപിക്കപ്പെട്ട ഗ്രൗണ്ടായി മാറി. അത് കഷ്ടപ്പെട്ട് വേണം അതില് എന്തോ ചെയ്യാൻ, അതിൽ നിന്ന് ഫ്രൂട്ട്സ് കിട്ടാൻ പറ്റത്തുള്ളു. സോ ആ ഒറ്റ പാപം, ആ സിൻ ചെയ്തതിന്റെ ചേഞ്ചസ് ഉണ്ട്. ദൈവം ആദ്യം ഉണ്ടാക്കിയ ആ വ്യക്തിയുടെ ജസ്റ്റ് ചേഞ്ചസ്, ഗ്രേറ്റ് ചേഞ്ചസ് ആ വന്നത്. സോഷ്യലി ആണെങ്കിലും നമ്മൾ നോക്കിക്കേ, ഭാര്യ ഭർത്താവ് ഒരു മനസ്സായിരുന്നു, ഒരു വഴക്കില്ല, സന്തോഷായിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞ വഴി എന്തോ തമ്മിൽ കോൺഫ്ലിക്റ്റ് ആയി. പിന്നെ ഇവിടെ റോൾ ചേഞ്ചസ് വന്നു. അതിനു മുമ്പ് ഹസ്ബൻഡും വൈഫ് ഈക്വൽ ആയിട്ടായിരുന്നു. ഇത് കഴിഞ്ഞപ്പോ എന്തോ പറ്റി? 3:16 മാത്രം ഒന്ന് വായിക്കാമോ? സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോട് ആകും, അവൻ നിന്നെ ഭരിക്കും. സേ അതുവരെ ഈക്വൽ ആയിട്ടായിരുന്ന ആൾക്കാര് ഇപ്പൊ നോക്കിക്കേ, ആഡം ലീഡറായിട്ട് മാറിയത് ബിക്കോസ് ഹവ ചെയ്ത ആ തെറ്റിന്റെ കാരണമാണ്. സോ പാപം വന്നു കഴിഞ്ഞപ്പോ റോൾസ് ചേഞ്ച് ആയി. ആ ഹസ്ബൻഡ് ലീഡറായി. പിന്നെ റിലേഷൻഷിപ്പ് എല്ലാം തമ്മിൽ ബ്രേക്ക് ആയി പോയി. പിന്നെ ദൈവമായിട്ട് അവര് ഐസൊലേറ്റ് ആയി. അവര് ദൂരം മാത്രമല്ല, തോട്ടത്തിൽ നിന്ന് അവരെ ഇറക്കി വിടണ്ടേ ഡിസ്കണക്റ്റഡ് ആയി. അങ്ങനെ പാപം വന്നപ്പം വന്ന മാറ്റങ്ങൾ സൈക്കോളജിക്കലിയും എമോഷണലിയും സോഷ്യലി എല്ലാം സ്പിരിച്വലി കംപ്ലീറ്റ് ചേഞ്ചസ് വന്നു. ഹൃദയത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഹൃദയം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഹൃദയത്തിന് എപ്പോഴും ഒരു മാസ്റ്റർ വേണം. ഒരു ഹാർട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു മാസ്റ്റർ. ആ മാസ്റ്ററിനെ കൊടുത്തു കഴിഞ്ഞാൽ ആ മാസ്റ്ററിന്റെ സ്വഭാവം പിന്നെ ആ ഹൃദയം കാണിക്കുന്നത്. നമ്മള് ഒറിജിനൽ ദൈവം ആദ്യം ഉണ്ടാക്കിയ ആദാമും ഹവ്വയും എന്റെ മാസ്റ്റർ ആരായിരുന്നു? ദൈവമായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ക്യാരക്ടർ അവര് കാണിച്ചോണ്ടിരുന്നത്. പിന്നെന്തോ പറ്റി? ഇതൊന്ന് പെട്ടെന്ന് വായിക്കാമോ? ഓക്കെ, ഇത് വായിക്കണ്ട, ഇത് നമ്മൾ നേരത്തെ വായിച്ച. ആ ഹൃദയം പാപം കൊണ്ട് ഈ ഹൃദയം പ്യൂർ ആയിരുന്നു. ആദ്യം ഇറ്റ് വാസ് പ്യൂർ, പാപമില്ലാത്ത ഒരു ഹൃദയം. ആ ഹൃദയം ദൈവമായിരുന്നു സെന്റർ, ഫോക്കസ് ദൈവത്തിലായിരുന്നു. ദൈവത്തിന്റെ പ്രസൻസ് ആയിരുന്നു ആ ഹൃദയത്തിന് വേണ്ടിയത്. ഹൃദയത്തിന്റെ മാസ്റ്റർ ദൈവമായിരുന്നു. ആ ഹൃദയം ജസ്റ്റ് ഒരു കുഞ്ഞ് ട്രസ്റ്റ് ചെയ്യുന്ന പോലെ, കുഞ്ഞുങ്ങളെ എങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്നു, ചൈൽഡ് ലൈക്ക് ട്രസ്റ്റും ഡിപ്പെൻഡൻസും ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ മേൽ ആശ്രയം ഉണ്ടായിരുന്നു ആ ഹൃദയം. ഇതായിരുന്നു ഒറിജിനലി ഉണ്ടായിരുന്ന ഹൃദയം. ആ സമാധാനമുള്ള ഒരു ഹൃദയമായിരുന്നു. ആ ഹൃദയം ദൈവത്തിന്റെ സ്വരൂപം റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ഹൃദയമായിരുന്നു. ദൈവത്തിനെ അനുസരിക്കുന്ന ഒരു ഹൃദയമായിരുന്നു, സന്തോഷത്തോടെ. പക്ഷേ ഇത് പാവം ചെയ്തു കഴിഞ്ഞപ്പോ ജെറമിയ 17:9 ഒന്ന് വായിക്കണേ. ജെറമിയ 17:9. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമമുള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ? എന്തോ കപടം? ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമമുള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ? ഓക്കെ, സോ ഈ സേ ആ ഹൃദയത്തിന്റെ മാറ്റം കണ്ടോ? കപടം നിറഞ്ഞു, ഹൃദയം ഇരുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് ക്ലൗഡ് ഏതാ? ഹൃദയം കഠിനമായ ഹൃദയമായി. നമ്മൾ ഈ റോമർ 3 എല്ലാം വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും അത്. ഹൃദയം ഈ പാപം കാരണം ആ ഹൃദയം കഠിനമായി. പിന്നെ ആ ഹൃദയം ദൈവം മാറിയിട്ട് വേറെ കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കുക.
ആ ദൈവത്തിന് പകരം പല കാര്യത്തിൽ നിന്ന് സന്തോഷം കിട്ടാൻ, തൃപ്തി കിട്ടാൻ ആ ഹൃദയം ശ്രമിക്കുന്നുണ്ട്. പിന്നെ ദൈവത്തിന്റെ അതോറിറ്റി അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഹൃദയമാണ് ഇങ്ങനെ ആ ഹൃദയം മാറിയത്. ആ ദൈവം ഉണ്ടാക്കിയപ്പം ഉണ്ടായിരുന്ന ഹൃദയത്തിൽ അല്ല ഇപ്പൊ ഉള്ള ഹൃദയം. ഇത് പാപം കാരണം ഇതെല്ലാം വന്നു. പാപത്തിനോടുള്ള താല്പര്യം ആ ഹൃദയത്തിൽ വന്നു. പിന്നെ ദൈവത്തിൽ നിന്ന് മറയാൻ ഇഷ്ടമുള്ള ഒരു ഹൃദയം, പിന്നെ ഭയവും ഷെയിമും അത് ഹൃദയത്തിൽ നിന്ന് വരും. ഇതിന് ചേഞ്ച് നമുക്കറിയാം. ഈ ഹൃദയത്തിന് മാറ്റം വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാം. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ നോക്കാം. സോ അതുപോലെ നമ്മുടെ നമ്മൾ സെൽഫിനെ കുറിച്ച് നേരത്തെ പഠിച്ചതല്ലയോ? സെൽഫ് എന്താണെന്ന് അറിയാലോ, പേഴ്സണാലിറ്റി, നമ്മളുടെ ഐഡന്റിറ്റി. ഇതും ഭയങ്കര ചേഞ്ച് വന്നു. ആദ്യം ദൈവത്തിന്റെ ഇമേജിൽ ഉണ്ടാക്കിയത് ദൈവം ഈ ഒരു വ്യക്തിയെ ആദാമിന് പേരിട്ട പോലും ആ റോൾസ് കൊടുത്തു, റിലേഷൻഷിപ്സ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ദൈവം ആദ്യം ഉണ്ടാക്കിയ ആദാമും ഹവ്വയുടെ സെൽഫ് അങ്ങനായിരുന്നു. അവര് ദൈവത്തിലായിരുന്നു കംപ്ലീറ്റ് ട്രസ്റ്റ് ചെയ്തത്. ഒരു ഷെയിമോ ഒന്നും അവർക്കില്ലായിരുന്നു. അവർക്ക് ദൈവമായിരുന്നു ഫോക്കസ്. പക്ഷേ ഇത് കഴിഞ്ഞപ്പോ ഈ സെൽഫ് ദൈവത്തിൽ നിന്നുള്ള ഫോക്കസ് മാറിയിട്ട് സ്വന്തം ആഗ്രഹങ്ങൾ, അഹങ്കാരം, ഇൻഡിപെൻഡൻസ്, ഇതൊക്കെയാ സെൽഫില് ഉള്ളത്. ഒരു വ്യക്തി നമ്മുടെ എല്ലാ ലൈഫിൽ നോക്കിയാൽ നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ എമോഷൻസ്, പേഴ്സണാലിറ്റിയ, നമ്മുടെ ഇച്ഛ എല്ലാം, വിൽ പവർ എല്ലാം നമ്മൾ നോക്കിയാൽ നമ്മുടെ ഇഷ്ടത്തിനെല്ലാം ചെയ്യാൻ നമുക്ക് ആഗ്രഹം, നമ്മുടെ ഇഷ്ടം അതാ. നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കണം. ഇതെല്ലാം ചേഞ്ച് വന്ന ഒരു സെൽഫാ. നമുക്ക് എപ്പോഴും ഉള്ളിൽ ഒരു കോൺഫ്ലിക്റ്റ് കാണും, ശരി ചെയ്യണോ തെറ്റ് ചെയ്യണോ. ആ ഒരു അവസ്ഥ നമുക്ക് സെൽഫിനുണ്ട്. ഇതിനെല്ലാം കാരണം നമ്മുടെ സെൽഫ് കറപ്റ്റായി, പാപം നിറഞ്ഞു. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല, സ്പീഡിന് പോകുന്നേ. സിൻഫുൾ നേച്ചറാ. പിന്നെ ഈ സെൽഫ് കംപ്ലീറ്റ്ലി പാപത്തിന്റെ പുറകെ പോവാൻ ആഗ്രഹമുള്ള ഒരു സെൽഫായിട്ട് മാറി. ദൈവത്തിന്റെ ഹിതം വേണ്ട, അത് റിജക്റ്റ് ചെയ്ത് കളയുന്ന ഒരു സെൽഫ്. പിന്നെ ദൈവത്തിൽ നിന്നല്ല വാലിഡേഷൻ എന്ന് പറയുമ്പോ ദൈവത്തിൽ നിന്ന് അപ്രൂവൽ, സന്തോഷം, അതല്ല വേണ്ടിയത്. മനുഷ്യരുടെ നിന്നും ചുറ്റുപാടും മറ്റു കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന റെക്കഗ്നേഷനാ അവർക്ക് താല്പര്യം വരുന്നത്. നമ്മളുടെ എല്ലാ ലൈഫ് അങ്ങനെ ഇപ്പം. പിന്നെ ദൈവത്തിൽ നിന്ന് നമ്മൾ വായിച്ചതാ ദൈവം വേണ്ട, അതിന് പകരം നമ്മൾ ഫീൽ ചെയ്യുന്ന എല്ലാ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഭയം ഉണ്ട്, ഷെയിം ഉണ്ട്, ഗിൽറ്റ് ഉണ്ട്. ഈ പിക്ചർ കാണിക്കുന്ന ദൈവം ഉണ്ടാക്കിയപ്പം ഉള്ള ആ മനുഷ്യന്, ദൈവത്തിന്റെ ഇമേജിൽ ഉണ്ടാക്കിയ മനുഷ്യൻ ടോട്ടലി ബ്രേക്കായി. ഇപ്പം ഒരു മനുഷ്യന്റെ പൊസിഷൻ ഏതാ? ബ്രോക്കണാ. ഹോൾ ആയിരുന്ന ഒരു മനുഷ്യൻ ബ്രോക്കൺ ആയിട്ട് മാറി. ഇനി ഇതാ മെന്റൽ ഹെൽത്ത്. ഇനി നമ്മൾ നോക്കുന്ന ഇതാണ്, ഈ പാപം കാരണം നല്ല ഒരു മെന്റൽ ഹെൽത്ത് ഉണ്ടായിരുന്ന ആദാമും ഹവ്വയും, അവർക്ക് വന്ന മാറ്റം നമ്മൾ വായിച്ചു, നമ്മൾ കണ്ടു. അവർക്ക് വന്ന മാറ്റം, സമാധാനവും സന്തോഷവും ഫുൾഫിൽമെന്റ് ഉണ്ടായിരുന്നവര് ഇപ്പൊ അവർക്ക് ആങ്സൈറ്റിയാ, ഫിയർ, ഭയവും ആങ്സൈറ്റി, വറിയും, പിന്നെ കോൺസിക്വൻസസ്, അവർക്ക് ഷെയിം, നാണക്കേടും ഗിൽറ്റും അവര് അനുസരിക്കാത്തോണ്ട് അവരുടെ ഉള്ളിന്റെ അകത്ത് സ്ട്രഗിൾസ് ആ നടക്കുന്നത്. ആഗ്രഹങ്ങൾ പലതും വരും, തെറ്റായ ആഗ്രഹങ്ങളെല്ലാം വരും. ഇതെല്ലാം കോൺഫ്ലിക്റ്റ് ഉള്ളിന്റെ അകത്ത് നടക്കുക, ശരി ചെയ്യണോ തെറ്റ് ചെയ്യണോ. പിന്നെ ഡിപ്രഷനും ഡിസ്പെയറും ലോൺലിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ലോൺലിനെസ്, സാഡ്നെസ്. ഒരു വാക്യം മാത്രം വായിക്കാം, ജെനസിസ് 4:3-5 ഒന്ന് വായിക്കാമോ? കുറെ കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്നും യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്നും അവയുടെ മേധസ്സിൽ നിന്നും തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു.
യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, കയ്യനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയ്യന് ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. കണ്ടോ, മുഖം വാടി. സോ ആ കയ്യന് ദേഷ്യം, അത് കഴിഞ്ഞിട്ട് സങ്കടം, അവന്റെ മുഖം വാടി, ഡിസ്പെയർ, ഡിപ്രഷൻ. സോ മെന്റലി വന്ന ചേഞ്ചസ് കണ്ടോ. ആ ബെസ്റ്റ് ആയിട്ടായിരുന്ന ഹോളും പ്യൂറും ഹാപ്പി ആയിട്ടിരുന്ന ആൾക്കാരിൽ വന്ന ചേഞ്ച് മെന്റലി, ആ വെൽ ബീയിങ് അങ്ങ് മാറിയിട്ട് മെന്റൽ ഹെൽത്ത് ആക്ച്വലി ഒരു സിന്നർ, ഒരു പാപിയുടെ പിക്ചറാണ് ഇത്. ഇപ്പൊ ഈ ജനിക്കുന്ന എല്ലാ വ്യക്തികളും ഈ ഭൂമിയില് അവരുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഈ പാപം അവരെ ഇമ്പാക്ട് ചെയ്ത, അവർക്ക് ഫീൽ ചെയ്യുന്നതാ ഇതെല്ലാം. സോ കംപ്ലീറ്റ് ഇതെല്ലാം വരാൻ കാര്യം, ഗ്രേറ്റ് ചേഞ്ച്, ഈ ഭയവും ഈ ആങ്സൈറ്റിയും ഈ ഷെയിമും ഗിൽറ്റും ഡിപ്രഷനും ഡിസ്പെയറും ഇതെല്ലാം വരാൻ കാരണം ദൈവമായിട്ടുള്ള ആ ബന്ധം ബ്രേക്ക് ചെയ്തതിന് അതായിരുന്നു റീസൺ. പാപം ചെയ്തപ്പം എന്താ നടക്കുന്നത്? ആ റിലേഷൻഷിപ്പ്, ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്ത് പിന്നെ പാപത്തിന്റെ ഇൻഫ്ലുവൻസിൽ ആയി. സോ ഇങ്ങനെ നമ്മളുടെ മെന്റൽ ഹെൽത്ത്, ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഈ വിഷയം മെന്റൽ ഹെൽത്ത്, ഈ ഭൂമിയിലെ ഇപ്പം ഇത്രയും പ്രശ്നങ്ങൾ മെന്റലി അൺവെൽ ആവാൻ്റെ റീസൺ ഇതാ കാരണം. പാപം കാരണം. പാപത്തിന് മുമ്പേ ദൈവം ഉണ്ടാക്കിയ ഇമേജിൽ അല്ല ഇപ്പം ടോട്ടലി ഡിഫറെന്റ് ആയിട്ട് ഒരു സിന്നർ എങ്ങനെ എന്തൊക്കെയാ അനുഭവിക്കുന്ന നമ്മളിപ്പം കണ്ടു. സൈക്കോളജിക്കലി, എമോഷണലി എല്ലാം വന്ന ചേഞ്ചസ് നമ്മൾ കണ്ടു. അതുകൊണ്ട് മെന്റലി നമ്മൾ ഹെൽത്തി അല്ല അറ്റ് പ്രസന്റ്. സോ ഇതാണ് ബൈബിൾ. നമുക്ക് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്, എല്ലാ പ്രശ്നത്തിനും സൊല്യൂഷൻ ഉണ്ട്. ഏത് പ്രോബ്ലം ചോദിച്ചോ, ദർ ഇസ് എൻ ആൻസർ ടു ഇറ്റ്. സോ നമ്മുടെ മെന്റൽ ഹെൽത്തിന്റെ ഇഷ്യൂസ് നമ്മൾ ചോദിച്ചാൽ അതിനുള്ള ആൻസറും ഉണ്ട്. സോ നമ്മളിപ്പം പഠിച്ച ഈ 3 ക്ലാസ് മെന്റൽ ഹെൽത്തിന്റെ ഇഷ്യൂ എവിടെ നിന്നാ തുടങ്ങിയത്, എന്തൊക്കെയാ കണ്ടന്റ്സ് അതിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി ഈ ഇഷ്യൂവിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ, ബൈബിൾ എന്നാ പറയുന്നത്, അതാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ. പിന്നെ കുറച്ച് ഡിസോർഡേഴ്സും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഇന്ന് നിർത്തുക. മനസ്സിലായോ? എനിക്ക് അറിയാം ഇച്ചിരി ടഫാണ്. ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ ഒന്ന് വാട്സാപ്പ് ഒന്ന് ചെയ്താട്ടെ. എൻ്റെ നമ്പർ സിസ്റ്റർ ലവ്ലിയുടെ കയ്യിലുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈസി അല്ല, എനിക്കറിയാം ഈ ക്ലാസ്. താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് മേ ഹിസ് നെയിം ബി ഗ്ലോറിഫൈഡ്.